ഇന്ന് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുവരെ ക്രിസ്മസിനൊന്നും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പള്ളികളിലൊക്കെ എന്താണ് ആഘോഷം, എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊന്ന് ഇറങ്ങിയത്. അപ്പോൾ വീടുകളൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടപ്പടി ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. ആദ്യം പേരകം പള്ളിയിലോട്ട് പോയി, പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ വീടുകളൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടപ്പടി പള്ളി ആ ഭാഗത്തായിരുന്നു. ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വലിയ വീടുമായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് വീടുകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇങ്ങനെ മാന് പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വീട്. എംപയറിൻ്റെ വീടാണെന്നാണ് ഇക്ക പറഞ്ഞത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കോട്ടപ്പടി പള്ളിയിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ കണ്ടു. അവിടെ ഒരു കുടുംബ കൂട്ടായ്മയുടെ എന്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പുറത്തതുപോലെ പിള്ളേർ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതായിരുന്നു. പാട്ട് ഞാൻ കൊടുക്കണില്ല, കോപ്പിറൈറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അവർ പള്ളിയുടെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തോടെ തന്നെ ഡാൻസ് ചെയ്തിട്ടൊക്കെ. പിന്നെ ഇവിടെ പാപ്പ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന്. ഞങ്ങൾക്ക് പാപ്പ ഡാൻസാണ് ഒന്ന് ശരിക്കും കാണാൻ പറ്റിയത്. ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടപ്പടി ഇടവകയിലുള്ള കുടുംബ കൂട്ടായ്മകൾ നടത്തിയ പ്രോഗ്രാമായിരുന്നു കേട്ടോ അത്. അപ്പോൾ പിന്നെ സമ്മാനദാനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോഴത്തേനും എൻ്റെ മക്കൾക്ക് വിശന്നു. അങ്ങനെ ഞങ്ങൾ തമ്പുരാമ്പടി സെൻറ്ററിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ആദ്യം മന്തിയാണ് പറഞ്ഞത്. പിന്നെ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു മന്തി ഇല്ല, മന്തി കഴിഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ബിരിയാണി, അത്രയും രാത്രി ആയതുകൊണ്ട് എനിക്കധികം വിഷമമൊന്നുമില്ല. അപ്പോൾ 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ 4 പേര് കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.